ആദർശിൻ്റെയും നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ അഭിയാണെങ്കിൽ അറസ്റ്റ് ചെയ്തിട്ട് പോയിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ചർച്ചകളും കാര്യങ്ങളും നടക്കുന്നുണ്ട് കേട്ടോ അനന്തപുരിയിലാണെങ്കിൽ. അങ്ങനെ നമ്മൾ ദേവ്യാനിയാണെങ്കിൽ അഭിയെ കുറ്റപ്പെടുത്തിയൊക്കെ സംസാരിക്കുന്ന സമയത്താണെങ്കിൽ ജലജയാണെങ്കിൽ ദേവ്യാനി അടുത്താണെങ്കിൽ അങ്ങോട്ട് ദേഷിച്ച് സംസാരിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇവിടെ അഭിയെ ആരും കുറ്റപ്പെടുത്തി സംസാരിക്കുകയൊന്നും വേണ്ട. എന്തായാലും ചെയ്ത തെറ്റിൻ്റെ അളവനുസരിച്ച് നോക്കുകയാണെങ്കിൽ എന്തായാലും ആദർശ് ചെയ്തതിൻ്റെ അത്രയൊന്നും അഭി തെറ്റ് ചെയ്തിട്ടില്ലെന്നൊക്കെയാണ് നമ്മൾ ജലജ സംസാരിക്കുന്നത് കേട്ടോ. കരച്ച ജലജയ്ക്ക് മോനെ ന്യായീകരിച്ചല്ലേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ജലജ അങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് ദേവ്യാനിക്കാണെങ്കിൽ ദേഷ്യമൊക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഗോവിന്ദനെയും നവ്യൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമുക്ക് നവ്യയ്ക്ക് അറിയാം ഇനിയിപ്പോൾ എന്തായാലും അഭിക്ക് വേണ്ടി അനന്തപുരിയിൽ സംസാരിച്ചിട്ട് കാര്യമില്ലെന്ന് അറിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു നേരെ ഗോവിന്ദൻ്റെ അടുത്ത് വെച്ച് പിടിച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഗോവിന്ദൻ പറയുന്നുണ്ട് അവനെന്തായാലും ജയിലിൽ പോയെന്ന് പറഞ്ഞിട്ട് മോള് വിഷമിക്കേണ്ട കാര്യമില്ല. മോക്കും കൊച്ചിനും ഒരു കുറവും വരുത്താതാണെങ്കിൽ ആദർശൻ നയനെ നോക്കുമല്ലോ, പിന്നെ മോൾ എന്തിനാണ് വിഷമിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ നവ്യയ്ക്കാണെങ്കിൽ അറിയത്തില്ലല്ലോ കാര്യങ്ങളൊന്നും, നമ്മൾ അഭിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും നവ്യയ്ക്ക് അറിയത്തില്ലല്ലോ. നവ്യയ്ക്കാണെങ്കിൽ അഭിയെന്ന് പറഞ്ഞാൽ ഇതുപോലെ നല്ലൊരു നന്മമരമായ ഭർത്താവ് വേറെ ഇല്ലല്ലോ. കാണിക്കുന്നത് നമ്മളെ നന്ദുവിനെയും അഭിയായിട്ട് കാണിക്കുന്നത് കേട്ടോ. നമ്മളെ നന്ദു ആണെങ്കിൽ സെല്ലിലിട്ടിട്ട് നല്ല ഇടി കൊടുക്കുന്ന കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നന്ദുവിൻ്റെ കയ്യിൽ കിട്ടാൻ വേണ്ടി കാത്തിരുന്നത് അഭിയാണെങ്കിൽ. എന്തായാലും ഇടിയെല്ലാം കഴിഞ്ഞിട്ടാണെങ്കിൽ തളർന്ന് കിടക്കുന്ന അഭിയാണ് കാണിക്കുന്നത് കേട്ടോ. ഇതൊക്കെയാണ് നാളത്തെ പ്രൊമോ റിവ്യൂ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. നമുക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.